ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ലോൺസ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും തന്നെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺസ് മൊബൈൽ ആപ്പുകൾ ത്രൂ തന്നെ നമുക്ക് ലോൺസ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ ഈസി മണി അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് കിട്ടും, എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യകതയില്ല, പെട്ടെന്ന് ഈ മൊബൈൽ ആപ്പിൽ അല്ലെങ്കിൽ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നവരെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ എൻ്റെ ഡീറ്റെയിൽസിൽ കാര്യങ്ങൾ എൻ്റർ ചെയ്യുക, അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് തന്നെ എനിക്ക് ലോൺ കിട്ടുന്നു. ആ ഒരു ആംഗിളിൽ ഇപ്പോൾ കുറേ അധികം പേര് അങ്ങനത്തെ ലോൺസ് എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ലോൺ അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. സാധാരണ നിങ്ങൾക്കൊരു ബാങ്കിൽ എടുക്കാൻ പോവുകയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ലോണുകളുണ്ട്. അതനുസരിച്ചിട്ട് 7% മുതൽ ഒരു 12-14% വരെ ആയിരിക്കാം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള മൊബൈൽ ആപ്സ് ത്രൂ നിങ്ങൾ ലോൺസ് എടുക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 20% മുതൽ 40%, 50% പലിശകൾ വരുന്നുണ്ട്. ഇത് സാധാരണ നിങ്ങൾ എടുക്കുന്ന ഒരു ലോണിനെ അപേക്ഷിച്ച് എത്രയോ ഇരട്ടിയാണ്. അതുകൂടാതെ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നോർമൽ ബാങ്കിലൊക്കെ നിങ്ങൾ ലോൺ എടുക്കുകയാണ്, നിങ്ങൾക്ക് വേഗം ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന് ചിലപ്പോൾ ഒരു ചാർജ് വരും. പക്ഷേ ഒരു കൺസിഡറബിൾ എമൗണ്ട് നമുക്ക് സംസാരിച്ച് ഇത് കഴിഞ്ഞാൽ അവരൊരു ഡിസ്കൗണ്ട് ചിലപ്പോൾ തരാം. അപ്പോൾ ആ ലോൺ ക്ലോഷറും ഈസിയാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് മുഖാന്തരം ലോണുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റുമാണ്, അത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ദയവ് ചെയ്തിട്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ത്രൂ ഉള്ള ലോൺസ് എടുക്കുന്നതിന് മുമ്പ് 2 വട്ടം ഒന്ന് ആലോചിക്കുക, അതൊന്ന് കമ്പയർ ചെയ്യുക. പുറമെ ഇതിനേക്കാൾ കുറവിന് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത്. അത് ഇത്തിരി സമയം ചിലപ്പോൾ നിങ്ങളതിന് കൊടുക്കേണ്ടതായിട്ട് വരുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ നല്ലൊരു തുക നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാൻ സാധിക്കും.